ഹമാസ് പിടിയിൽ താൻ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കപ്പെട്ടിരുന്നുവെന്ന് മോചിപ്പിക്കപ്പെട്ട ഇസ്രായേൽ സൈനിക വനിത കരീന അരിയവ് വെളിപ്പെടുത്തിയതായി ചാനൽ 12 റിപ്പോർട്ട് ചെയ്തു. ഒക്ടോബർ 7-ാം തീയതി നെഹലോസ് ബേസിൽ നിന്നും ഹമാസ് തട്ടിക്കൊണ്ടുപോയ കരീന അരിയവ് IDF-ലെ കൂട്ടാളികളായ നാമ ലെവി, ഡാനിയേല ഗിൽബോവ, ലിറി അൽബാഗ് എന്നിവർക്കൊപ്പം തങ്ങൾക്ക് നേരെ വന്ന ഗ്രനേഡിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. മരിച്ച പോലെ അഭിനയിച്ചു കിടന്ന അരിയവിനെ കൈയിൽ പിടിച്ചു വലിച്ച് മരിച്ചിട്ടില്ല എന്ന് ഭീകരർ ഉറപ്പാക്കി. അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കി അവർ അവളെ ബന്ദിയാക്കുകയും അവളുടെ കഴുത്തിൽ നിന്ന് നെക്ലേസ് തട്ടിയെടുക്കുകയും മുടി പിഴുതെടുക്കുകയും ശരീരത്തിൽ പൊള്ളലേൽപ്പിക്കുകയും ചെയ്തു. തടവിലാക്കപ്പെട്ട വേളയിൽ ഹമാസ് തന്നെ ലൈംഗിക ചൂഷണത്തിന് വിധേയയാക്കിയതായും കരീന വെളിപ്പെടുത്തി. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും കരീന അറബി പഠിച്ചെടുത്തു. അങ്ങനെ ഭീകരർ നടത്തുന്ന ഹീനമായ പരാമർശങ്ങളും സംഭാഷണങ്ങളും മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞു. തടവിലാക്കപ്പെട്ട കാലത്ത് കണ്ടുമുട്ടിയ സഹതടവുകാർ പകർന്നു നൽകിയ പ്രത്യാശയും സ്നേഹവും എല്ലാ പീഡനങ്ങളെയും അതിജീവിക്കാൻ തന്നെ പ്രാപ്തയാക്കിയെന്നും കരീന ഓർത്തെടുത്തു.